ഹലോ എവരിവൺ, ഞാൻ സിമി റോബിൻ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ് കൗൺസിലർ ആൻഡ് പ്രൊഫഷണൽ ട്രെയിനർ. എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് ഒരുപാട് ബെനിഫിറ്റ് തരുന്ന ഒന്നാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിവുള്ള കാര്യമാണ്. ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാനും നമ്മുടെ ബോഡിയെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാനും ഒക്കെ എക്സസൈസ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ എക്സസൈസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗുണമാണ് നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളത്. അടുത്ത കാലത്ത് നടത്തിയ റിസർച്ചുകൾ എല്ലാം തന്നെ പറയുന്നത് നമ്മളുടെ മാനസിക ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് എക്സസൈസിന് ഒരുപാട് പങ്കുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ബോഡിയും മൈൻഡും പരസ്പരം കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ എക്സസൈസിന് നമ്മളുടെ മെന്റൽ ഹെൽത്തിൽ നല്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അതുപോലെ തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടാനും നല്ല എനർജി ലെവൽ കീപ്പ് ചെയ്യാനും നല്ല രീതിയിൽ നമ്മളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി മൂഡൊക്കെ നല്ല രീതിയിൽ സ്റ്റെബിലൈസ് ചെയ്യാനും ഫിസിക്കൽ എക്സസൈസ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ഫിസിക്കൽ എക്സസൈസിന് നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെ മേലുള്ള നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. ബെനിഫിറ്റ്സ് ഓഫ് എക്സസൈസ് ഓൺ ആങ്സൈറ്റി. നമ്മൾ ഒരുപാട് ആൻഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നമുക്ക് ഏറ്റവും അധികം റിലീഫ് തരാൻ സഹായിക്കുന്ന ഒന്നാണ് ഫിസിക്കൽ എക്സസൈസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് നമ്മൾ വറി ചെയ്യുന്ന ചിന്തകളിലേക്ക് കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഒരുപാട് ആങ്സൈറ്റി ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ റിലീഫ് നമുക്ക് തരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ആന്റി ആങ്സൈറ്റി ട്രീറ്റ്മെന്റ് തന്നെയാണ് ഈ എക്സസൈസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ എൻഡോർഫിൻ നമ്മുടെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ആ എൻഡോർഫിന് നമുക്കൊരു ഫീൽ ഗുഡ് എന്നുള്ള ഒരു മൊത്തത്തിൽ നമുക്ക് ഒരു നല്ലത് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ ഒരു ആങ്സൈറ്റിയെ കുറയ്ക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ബെനിഫിറ്റ്സ് ഓഫ് എക്സസൈസ് ഓൺ സ്ട്രെസ്. നമ്മൾ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ആകെ പേശികളെല്ലാം വലിഞ്ഞു മുറുകുന്ന ഒരവസ്ഥ, നമ്മളുടെ ശ്വസനം കൂടുതൽ ദ്രുതഗതിയിൽ വളരെ ഒരു വ്യത്യാസം നമുക്കത് ഫീൽ ചെയ്യാം. അതോടൊപ്പം തന്നെ തലവേദന, ഫുൾ നമുക്ക് ബോഡിയിൽ പെയിൻ വരും, മസിൽ ക്രാംസ്. അതോടൊപ്പം തന്നെ കൂടുതൽ നീണ്ടു നിൽക്കുന്ന സ്ട്രെസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ഇൻസോംനിയ, നമുക്ക് ഉറക്കക്കുറവ് വരും. അതോടൊപ്പം തന്നെ സ്റ്റൊമക്ക് അപ്സെറ്റ്, ഡയറിയ, ഫ്രീക്വന്റ് യൂറിനേഷൻ ഉള്ള ഒരു ടെൻഡൻസി. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മളുടെ ബോഡിയിൽ കാണാറുണ്ട്. ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എങ്കിലും അതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിലും വരുന്നു എന്നുള്ളതാണ്. കാരണം ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ബോഡിയിൽ ഇതുപോലെയുള്ള ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. ആ സ്ട്രെസ് ക്രോണിക് ആണ് എങ്കിൽ ഒരുപാട് വിദൂരമായിട്ടുള്ള ദൂഷ്യഫലങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പൊ നമ്മൾ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഒരു സൈക്കിളിനെ, അതായത് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ബോഡിയിൽ ഉണ്ടാകുന്ന ഈ ഒരു ഇമ്പാക്റ്റിനെ പരമാവധി കുറയ്ക്കാനായിട്ട് ആ ഒരു സൈക്കിളിനെ ബ്രേക്ക് ചെയ്യാനും എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. ബെനിഫിറ്റ്സ് ഓഫ് എക്സസൈസ് ഓൺ PTSD ആൻഡ് ട്രോമ. PTSD എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നാണ്. നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള ട്രോമകൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് ആകെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോവുക. ചിലപ്പോൾ അതൊരു ജോബ് ലോസ് ആവാം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ ലൈഫിൽ നമുക്ക് നഷ്ടപ്പെട്ടതാവാം. ഇങ്ങനെയുള്ള നമുക്ക് ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികൾക്ക് ഫേസ് ചെയ്യാൻ മേലാത്ത ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ട്രോമകൾ ഉണ്ടാവുമ്പോൾ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് അവരുടെ മാനസിക ആരോഗ്യത്തിന് അത് സാരമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ട്രോമ ഉണ്ടാക്കിയ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. എന്നാൽ നേരെ മറിച്ച് നമ്മൾ ഈ എക്സസൈസിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും അല്ലെങ്കിൽ നമ്മൾ ആ എക്സസൈസിലേക്ക് നമ്മൾ പോലും അറിയാതെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ട്രോമയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുണ്ടായ ആ ഒരു വലിയ ഒരു നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആ ഒരു സാഹചര്യത്തിലേക്കുള്ള ശ്രദ്ധ പരമാവധി കുറയ്ക്കുവാനും അതുപോലെ തന്നെ നമ്മളുടെ മാനസിക ആരോഗ്യ നില മെച്ചപ്പെടുത്താനായിട്ടും എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. ബെനിഫിറ്റ്സ് ഓഫ് എക്സസൈസ് ഓൺ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ. റിസർച്ചുകൾ പറയുന്നത് സ്ഥിരമായി നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിനിൽ അത് നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുതരാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. പുതിയ ബ്രെയിൻ സെൽസ് ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്നത് കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി കൂടുതൽ ഷാർപ്പ് ആക്കാനും നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ നമ്മുടെ ഈ എക്സസൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്.
അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുതരാനും എക്സസൈസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. നല്ല ഉറക്കം കിട്ടാനായിട്ട് എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നല്ലൊരു എനർജി ഫീലിംഗ് നമുക്ക് കൊണ്ടുതരാനായിട്ടും എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് ആണ് നമ്മുടെ സെൽഫ് എസ്റ്റീം ഇംപ്രൂവ് ചെയ്യാനായിട്ടും എക്സസൈസ് ചെയ്യുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ്. കാരണം നമ്മൾ എക്സസൈസ് ചെയ്ത് നമ്മളുടെ ബോഡിയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുമ്പോഴും അതെല്ലാം നമ്മൾ റെഗുലർ ആയിട്ട് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്കൊരു ഫീലിംഗ് ഓഫ് വെൽനെസ്, നമ്മളുടെ മനസ്സിന് ഒരു സന്തോഷം വരും. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എൻഡോർഫിന്റെ റിലീസ് ആണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു ആത്മവിശ്വാസം, യെസ് ഞാനൊരു പവർഫുൾ ആണ്, അല്ലെങ്കിൽ എന്റെ ബോഡി ഹെൽത്തി ആണ് എന്നുള്ള ഒരു തോട്ട് വരാനും അത് നമ്മളുടെ ഓവറോൾ മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് ഒരുപാട് ബിസി ആയിട്ടുള്ള ഒരു ലോകത്താണ്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും അല്ലെങ്കിൽ തിരക്ക് പിടിച്ച ഒരു ലൈഫ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഗുണങ്ങൾ അറിയാമെങ്കിലും ഈ എക്സസൈസ് ചെയ്യുന്ന ഒരു ശീലം മാറ്റി വെക്കുക, അല്ലെങ്കിൽ അതിന് നേരമില്ല എന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കുന്ന ഒരു പതിവാണ് പൊതുവിൽ നമുക്കൊക്കെ കാണാറുള്ളത്. എന്നാൽ നമ്മളുടെ മാനസിക ആരോഗ്യം അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനും ഒരുപാട് ബെനിഫിറ്റ് തരുന്ന ഇതുപോലുള്ള നല്ല ശീലങ്ങൾ നമ്മളുടെ ലൈഫിന്റെ പാർട്ടാക്കി കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവും. നല്ലൊരു സമയം മാറ്റിവെക്കാൻ നമുക്ക് തയ്യാറാകാൻ സാധിക്കില്ല എങ്കിൽ പോലും ഒന്ന് തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു 5 മിനിറ്റ് വെച്ച് നമുക്ക് ഒന്ന് മാറ്റിവെക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ ഒരു എക്സസൈസിന്റെ ബെനിഫിറ്റ് നമ്മളുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ നമുക്ക് ഓവറോൾ ഒരു വെൽബീയിങ് ഫീൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ ആ ഒരു ടൈം കൂട്ടിക്കൊണ്ടുവരണം. 5 മിനിറ്റ് എന്നുള്ളത് പതിയെ പതിയെ നമ്മൾ 10 മിനിറ്റ് ആക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.